ശത്രുവിന്റെ ശത്രു മിത്രം. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന പ്രയോഗമാണിത്. 10 തലയുള്ള രാവണനെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല. കാരണം ഇന്ത്യക്കെതിരെ തിരിയുന്ന ഏതൊരു ശക്തിയെയും അവർ അർഹിക്കുന്ന രീതിയിൽ തിരിച്ചടി നൽകാൻ ആ ചിന്തയിൽ ഉരുത്തിരിയുന്നത് എന്തൊക്കെയാണെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരമൊരു സർജിക്കൽ സ്ട്രൈക്കാണിപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ലോകം ആഗോള പോക്കിരികളായി മുദ്ര ചാർത്തിയ താലിബാനെ കൂടെ കൂട്ടിയിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. വളരെ ശരിയാണ്. താലിബാനിൽ നിന്ന് ഇന്ത്യ യാതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ആയുധങ്ങൾ നൽകിയും സ്നേഹം നടിച്ചും താലിബാനെ കൂടെ നിർത്തിയിരുന്ന പാകിസ്ഥാൻ അടുത്ത കാലത്തായി അവരുമായി കടുത്ത അകൽച്ചയിലാണ്. അതിന്റെ പ്രതിഫലനമാണ് സ്ഫോടനങ്ങളുടെ രൂപത്തിൽ ഇടയ്ക്കിടെ പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെയാണ് ഇന്ത്യയുടെ രംഗപ്രവേശം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയും താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയാകുമ്പോൾ അത് പാകിസ്ഥാന് വച്ച കെണിയാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ദുബായിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയും തമ്മിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താലിബാൻ ഭരണമേറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ ഉന്നതതല കൂടിക്കാഴ്ചയാണിത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങളിൽ അഫ്ഗാൻ പിന്തുണയുണ്ടാകില്ലെന്ന് ഇവിടെ ഉറപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ വികസന പദ്ധതികൾ ആരംഭിക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുക വഴി തകർച്ചയുടെ പടുകുഴിയിൽ നിൽക്കുന്ന അഫ്ഗാൻ ക്രിക്കറ്റിന് വലിയ ആശ്വാസവും ഇന്ത്യ നൽകും. അഫ്ഗാൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നതിലും ഇന്ത്യ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 800ഓളം അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ തടവിലാക്കിയെന്ന വാർത്തകൾ വന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് നിർണായകമായ വാഗ്ദാനം. പാകിസ്ഥാനും അഫ്ഗാനുമായുള്ള ബന്ധത്തെ ഇത് കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. അഫ്ഗാനെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കെതിരെ നീങ്ങാൻ ചൈന ശ്രമിക്കുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു. ഇതും തകർക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് അഫ്ഗാനിൽ നല്ല സ്വാധീനമുണ്ട്. ഡോവലിന്റെ കൂടി നിർദ്ദേശമനുസരിച്ചാണ് ചർച്ചകൾ. ഇതിലൂടെ തെക്കേ ഏഷ്യയിൽ ഇന്ത്യയുടെ കരുത്ത് കൂടും. ശ്രീലങ്കയും ഇന്ത്യയുമായി നല്ല ബന്ധത്തിലാണ്. എന്നാൽ ബംഗ്ലാദേശ് ഇടഞ്ഞു നിൽക്കുകയാണ്. പട്ടാള ഭരണത്തിനെതിരെ ഇന്ത്യ എടുത്ത നിലപാടാണ് ഇതിന് കാരണം. ഈ സാഹചര്യത്തിൽ അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ കൂടിക്കാഴ്ചയ്ക്ക് മാനം ഏറെയാണ്. കൂടാതെ വലിയ സഹായങ്ങളാണ് അഫ്ഗാന് ഇന്ത്യ നൽകാൻ പോകുന്നത്. 50,000 ടൺ ഗോതമ്പ്, 300 ടൺ മരുന്നുകൾ, ഭൂകമ്പവുമായി ബന്ധപ്പെട്ട് 27 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ, 10 കോടി ഡോസ് പോളിയോ വാക്സിൻ, 15 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ, 11,000 ഹൈജീൻ കിറ്റുകൾ, 500 യൂണിറ്റ് തണുപ്പ് വസ്ത്രങ്ങൾ, 1.2 ടൺ സ്റ്റേഷനറി കിറ്റ് എന്നിവ ഇന്ത്യ ഇതിനകം അഫ്ഗാനിസ്ഥാന് നൽകിയിട്ടുണ്ട്. വാണിജ്യ വ്യാപാര ഇടപാടുകൾക്കായി ഇറാനിലെ ചാബഹാർ തുറമുഖം കൂടുതലായി ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചു. നയതന്ത്ര ബന്ധം ഔപചാരികമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പിലാണ് ഡൽഹിയും കാബൂളും എന്നാണ് റിപ്പോർട്ട്. 2021 ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യ അകലം പാലിച്ചിരുന്നു. എന്നാൽ കാബൂളും ഡൽഹിയും അനൗപചാരികമായി ബന്ധം നിലനിർത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നതായാണ് റിപ്പോർട്ട്. കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സാങ്കേതിക സംഘം കാബൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ, ജെയ്ഷ് തുടങ്ങിയ ഭീകര സംഘങ്ങളെ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കാനോ ഒളിക്കാനോ അനുവദിക്കില്ലെന്ന് കാബൂൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്തു. ദുബായിലെ രാജ്യങ്ങളുടെയും കൂടിക്കാഴ്ചയിൽ സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ചർച്ചയിൽ ധാരണയായി. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിനും അഫ്ഗാനെ അകമഴിഞ്ഞ് സഹായിക്കുന്നതിനും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയെ അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. അതേസമയം അഫ്ഗാൻ മേഖലയിലെ സുരക്ഷാസ്ഥിതിയിൽ ഇന്ത്യ ആശങ്കയും അറിയിച്ചു. ഇറാനിൽ ഇന്ത്യ വികസിപ്പിക്കുന്ന തുറമുഖത്തിന്റെ കാര്യത്തിലും നിർണായക ചർച്ച നടന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. വാണിജ്യ വ്യാപാര ഇടപാടുകൾക്കായി ഇറാനിലെ തുറമുഖം കൂടുതലായി ഉപയോഗപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. അഫ്ഗാനിസ്ഥാനെ വരുതിയിലാക്കാൻ ചൈനയുടെ ഇടപെടലുകളും നടക്കുന്നുണ്ട്. അഫ്ഗാനിലെ പ്രകൃതി വിഭവങ്ങളെ ലക്ഷ്യമിട്ടാണ് ചൈനയുടെ നീക്കം. ഇതുകൂടി മനസ്സിൽ വെച്ചാണ് ഇന്ത്യൻ നീക്കം. മാസങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തി പഠിക്കുന്ന വിദ്യാർത്ഥിയെ മുംബൈയിലെ അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് കൗൺസിലായി നിയമിച്ചിരുന്നു താലിബാൻ. ഇന്ത്യ താലിബാൻ ബന്ധത്തിൽ നയതന്ത്രപരമായി ചർച്ചകളെ ഇത് വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്.